ഇന്ന് ഭൗമദിനമാണ്. ഭൂമിയുടെ സ്പന്ദനം ജലമാണ്. ഓരോ തുള്ളിയും കരുതലോടെ വേണം നാം ഉപയോഗിക്കാൻ. 44 നദികളും നിരവധി പുഴകളും 7-8 കായലുകളും ആയിരക്കണക്കിന് തോടുകളും 10,000-കണക്കിന് കിണറുകളും ഒത്തിരി ജലാശയങ്ങളുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ കമ്പനികൾ ഇപ്പോൾ വരുന്നത്. ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടർ ഉപയോഗിക്കുന്നതും നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനങ്ങളാണ്. വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു കേരളത്തിൽ എന്തുമാത്രം ജലമാണ് ഉള്ളത്. എന്നിട്ടും ജലദൗർലഭ്യം കേരളത്തിൽ കാണുന്നു എന്നത് അതിശയകരമായ കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, ജലത്തിൻ്റെ ദുരുപയോഗം മാത്രമല്ല, നമ്മുടെ പുഴകളും നദികളുമൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാർ ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ പുഴകളെയും നദികളെയും തോടുകളെയും കിണറുകളെയും ഒക്കെ മലിനമാക്കുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറച്ച് നമ്മുടെ ജലാശയങ്ങളെ മലിനമാക്കുന്നതിൽ നമുക്കുള്ള പങ്ക് വളരെ വലുതാണ്. നാം ഈ ജീവിക്കുന്ന ഭൂമിയെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യത ആവശ്യമാണ്. വരും തലമുറയ്ക്ക് കൂടെ ജീവിക്കുവാനുള്ളതാണ് ഈ ഭൂമി എന്ന പാഠം നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ തലമുറകൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള മറ്റ് ഇതര ജീവികൾക്കും ഈ ഭൂമി ആവാസ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ്. ഈ ഭൂമിയിലെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ അവയെ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണ്. ഓരോ തുള്ളിയും കരുതലോടെ നാം ഉപയോഗിക്കേണ്ട കാലമാണ് വന്നിരിക്കുന്നത്. നാം സൂക്ഷിച്ചാൽ നന്ന്.